ആ മോനെ. ആ അമ്മേ, എന്തുണ്ട്? ഓ, ഇവിടെ പ്രത്യേകിച്ച് എന്ത് വിശേഷം? നീ പോയ കാര്യം എന്തായി? കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അത് ഒഫീഷ്യലാ. സ്ഥലം വിട്ടുതരേണ്ടവരെ കാണുകയും വേണം. കഴിഞ്ഞ ദിവസം മേനകയും അമ്മയും കൂടി ആ വിഷയം ചർച്ച ചെയ്യുന്നതൊക്കെ കേട്ടു. അവർക്ക് പിന്നെ അറിയാവുന്നത് ഗുണ്ടായിസമാണല്ലോ. അമ്മേ, ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. സമാധാനമായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പ്രോജക്റ്റ് തന്നെ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് കുഴപ്പമില്ല. ഒക്കെ ശരിയാവും സൂര്യ. പിന്നമ്മേ, നാളെ ഗൗരിയുടെ പിറന്നാളാ. ആണോ? എല്ലാ വർഷവും ഏതെങ്കിലും ഓർഫനേജിൽ വെച്ച് ഭക്ഷണം വിളമ്പുന്നതാ. ഇവിടെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോം കൂടിയാ. അവിടെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. അതിനെന്താ, എവിടെയായാലും കണക്കല്ലേ മോനെ. അവളുടെ ഓരോ പിറന്നാളും അവളെ കാണാതായതിന്റെ ഓർമ്മക്കുറിപ്പ് കൂടിയാ. എത്ര വർഷമായി തിരച്ചിൽ ഒരിക്കലും നമ്മൾ മുടക്കിയിട്ടില്ലല്ലോ മോനെ. എന്നും തിരയുന്നില്ലേ? കാണുമെന്ന് തന്നെ സകല ജ്യോതിഷികളും പറയുന്നു. കാത്തിരിക്കാം നമുക്ക്. ഇതുപോലുള്ള ഗ്രാമങ്ങൾ കാണുമ്പോൾ എന്റെ കണ്ണുകൾ തിരിയുന്നത് അവളെ മാത്രമാ. ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്റെ മുമ്പിൽ അവൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ. ബട്ട് നീ എപ്പോഴാ അനാഥാലയത്തിൽ പോകുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുമേ. ആ, എന്നാ ചെല്ല്. കൂട്ടത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തില് വഴിപാടുകളും നടത്തിക്കോ. ശരി, ചെയ്യാമേ. പ്രാർത്ഥന എപ്പോഴും ഉണ്ടല്ലോ മോനെ. അത്ഭുതം ഒരുക്കി വെച്ചിട്ടുണ്ടാവും ദൈവം, ഉറപ്പ്. എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മയെ വിളിക്കാം. ആ, ഓക്കെ. ഈശ്വരാ, ഇനി അധികം പരീക്ഷിച്ചേക്കല്ലേ.